വേണ്ട, ഞങ്ങളോട് പറയണ്ട, മാധ്യമങ്ങളോട് പറയണ്ട. പക്ഷെ നിങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച ഓഡിറ്റർ ഉണ്ടല്ലോ, പാർട്ടി ഏൽപ്പിച്ച ജില്ലാ കമ്മിറ്റി അംഗം, അയാളോട് പറയാൻ പാർട്ടിക്ക് ബാധ്യതയില്ലേ? ഞങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണമാണോ? മാധ്യമങ്ങൾ എവിടുന്നെങ്കിലും കുക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആരോപണങ്ങളാണോ? അല്ലല്ലോ. അവിടെ ആ പാർട്ടി ഇത് ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ആളുകൾ പറയുന്നു ദശലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന്. അയാളുടെ ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവുണ്ടോ? അതിന് കൃത്യമായ വല്ല മറുപടി ഉണ്ടോ? ആ രക്തസാക്ഷി കുടുംബം ഇന്നലെ ഇന്നും ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ രക്തസാക്ഷിയുടെ കുടുംബത്തിലൊരു വിവാഹം, ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണൻ. ആ പങ്കെടുക്കുമ്പോ അടുത്ത് നിൽക്കുന്നത് ആ രക്തസാക്ഷിയുടെ, ധീരനായ രക്തസാക്ഷിയുടെ ഭാര്യ. അപ്പൊ ആ കുടുംബത്തിന്റെ അടുപ്പമാരോടാ. CPIM-ൽ ചില വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. അത് പഴയ പോലെ VS പിണറായി വിഭാഗീയതയല്ല. ഇപ്പോഴുള്ള വിഭാഗീയത ഭരണത്തെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരുമെന്നല്ല, രണ്ട് തട്ടിലേക്ക് ആ പാർട്ടിയുടെ ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പുറത്തു വരുന്നത്, ഇത്തരം കാര്യങ്ങൾ ധൈര്യസമേതം പുറത്തു വരുന്നത്. അയാൾ പറഞ്ഞിട്ടുണ്ട് 50 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച എനിക്കറിയാത്തതാണോ ഈ പാർട്ടി എന്ന് കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നു. അപ്പൊ രക്തസാക്ഷികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും അവരൊരു വശത്താണെങ്കിൽ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ മറുവശത്താണ്. ആ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചതോടൊപ്പം പാർട്ടിയോട് സ്നേഹമുള്ള സഖാക്കളും ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന നാളുകളാണ് കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു